ഇത് മൺചട്ടിയിലുണ്ടാക്കിയ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിനായി ചിക്കൻ നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യം തേങ്ങ വറുത്തെടുക്കാം. അതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പാൻ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ സാവകാശമാണ് ഇത് വറുത്തെടുക്കേണ്ടത്. കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ കഴിയും. കൂടുതൽ ടെമ്പറേച്ചറിൽ വറുത്തെടുക്കാൻ നോക്കിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ നിന്ന് വറുത്തെടുക്കണം. ഒരുപാട് ബ്രൗൺ ആക്കാനും പാടില്ല, അപ്പോൾ കറി കറുത്തിരിക്കും. തേങ്ങയ്ക്ക് ഗ്രാജ്വലി വരുന്ന കളർ ചേഞ്ച് വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് കരിഞ്ഞു പോകും. തേങ്ങ ഈ ഒരു കളറിൽ എത്തിക്കഴിയുമ്പോൾ കുറച്ച് മുഴുവൻ മല്ലിയും കുരുമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങയോടൊപ്പം കിടന്ന് അതും ചൂടായിക്കോളും. മല്ലിയും കുരുമുളകും ഇതുപോലെ ചേർക്കുന്നത് ഒരു ടിപ്പാണ്. ആക്ച്വലി നമ്മളിവിടെ പൊടികളാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത മല്ലിയും കുരുമുളകും ചേർക്കുമ്പോഴുണ്ടാകുന്ന ആ പ്രത്യേക ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയാണ് അത് കുറച്ച് തേങ്ങയോടൊപ്പം ചേർത്തത്. തേങ്ങ വറുത്തു കഴിഞ്ഞു, ഫ്ലെയിം ഓഫ് ചെയ്തു. അത് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ചൂടിലിരുന്ന് കരിഞ്ഞു പോകും. ഇനി അത് തണുക്കുന്നതിനായി മാറ്റിവെക്കാം. തണുത്തു കഴിയുമ്പോഴാണ് അത് അരച്ചെടുക്കുന്നത്. തണുത്തു കഴിഞ്ഞു. ഇനി അത് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. അരകല്ലിലാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാൻ കഴിയും. വറുത്തരച്ച തേങ്ങയുടെ അരപ്പാണിത്. മറ്റ് ഇൻഗ്രീഡിയൻസ് പറയാം. സവാള, ടൊമാറ്റോ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചോപ്പറിലേക്ക് ഒരുമിച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തു. ഒരു ടൊമാറ്റോ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പച്ചമുളക് സ്ലൈസ് ചെയ്തു. ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. ഇനി കറി വയ്ക്കാൻ മൺചട്ടി ചൂടാക്കിയെടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അതിനുശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ടൊമാറ്റോ ഒഴികെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ 4 പീസസ് മാത്രമേ ആക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ്. മാത്രമല്ല അത് ഉടഞ്ഞു പോകാനും പാടില്ല. ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതേമാതിരി ആയി കിട്ടണം. വറുത്തെടുത്ത തേങ്ങയും നല്ലതുപോലെ വഴറ്റിയെടുത്ത സവാളക്കൂട്ടും കറിക്ക് നല്ലൊരു ടേസ്റ്റും കളറും കൊടുക്കും. ഇനി ടൊമാറ്റോ ചേർക്കാനുള്ള സമയമായി. ടൊമാറ്റോ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റണം. ടൊമാറ്റോ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കറി ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അടുത്തതായി പൊടികൾ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് പോകുന്നതിനായി ഒന്ന് ചൂടാക്കിയെടുക്കാം. പണി ഈസി ആവാൻ വേണ്ടിയല്ലേ നമ്മൾ പൊടികൾ ചേർക്കുന്നത്. എന്നാലും ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് തേങ്ങയോടൊപ്പം മുഴുവൻ മല്ലിയും കുരുമുളകും അരച്ചത്. പൊടികൾ ചൂടായി കഴിഞ്ഞപ്പോൾ അരപ്പൊഴിച്ചു കൊടുത്തു. ജാറിൽ ബാക്കി ഉണ്ടായിരുന്ന അരപ്പ് വെള്ളം ഒഴിച്ച് കലക്കിയതാണിത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ പീസസ് മുങ്ങിക്കിടക്കണ്ടേ, അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർക്കാവുന്നതാണ്. അരപ്പ് തിളച്ചു കഴിഞ്ഞാൽ ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ടുകൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കണം. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം.
അതിനുശേഷം ഒന്ന് ഓപ്പൺ ചെയ്യണം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ ഇട്ട് ഇളക്കരുത് കേട്ടോ. അതിനുശേഷം പഴയതുപോലെ വെച്ച് അടച്ചു വെക്കാം. ബാക്കിയുള്ള കുക്കിംഗ് ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. വീണ്ടും ഞാനത് ഓപ്പൺ ചെയ്തു. ചട്ടി പഴയതുപോലെ ചുറ്റിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും പഴയതുപോലെ തന്നെ അടച്ചു വെച്ചു. ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അത് ഓപ്പൺ ചെയ്തു. കറി ചെറുതായിട്ട് കുറുകയും ചെയ്തു, ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുമുണ്ട്. ചിക്കനും പാകമായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഗരം മസാല ഇട്ട് കൊടുത്തു. അതിനുശേഷം ചട്ടി വീണ്ടും ചുറ്റിച്ച് മാറ്റിവെച്ചു. ഒരു ചെറിയ കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞപ്പോൾ ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ടുകൊടുത്തു. ഇനി അത് കരിയാതെ മൂപ്പിച്ചെടുക്കണം. അങ്ങനെ കറിക്കുള്ള വറവുണ്ടാക്കി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. താളിച്ച എണ്ണയോടൊപ്പമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. താളിച്ചിട്ടാൽ മാത്രം പോരാ, ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.